ഒരു ദിവസം വൈകുന്നേരം തേവൻ ഹോസ്റ്റലിൽ ചെല്ലുമ്പോൾ ഹോസ്റ്റൽ വാർഡൻ വന്ന് പറഞ്ഞു, ദേവ, നിങ്ങളെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. നിരോധിക്കപ്പെട്ടൊരു പാർട്ടിയുമായി നിങ്ങൾ ബന്ധമുള്ളതുകൊണ്ട് ഇനി മുതൽ ഈ ഹോസ്റ്റലിൽ താമസിക്കാൻ പാടില്ല. ദേവൻ തൻ്റെ പുസ്തകങ്ങൾ ബാഗ് കൊടുത്ത് പുറത്തിറങ്ങുമ്പോൾ അവനെ സ്വീകരിക്കാൻ ധാരാളം ആൾക്കാർ പുറത്തു നിൽക്കുന്നു. അവൻ്റെ പ്രിയപ്പെട്ട സഖാക്കൾ, 1000 കസ്തങ്ങൾ. ദേവ, നീ ഇന്ന് മുതൽ പാർട്ടിയെ പറ്റി താമസിക്കുക. നിൻ്റെ വിദ്യാഭ്യാസം തീരുന്നവരെ നിനക്ക് പാർട്ടിയെ പറ്റി താമസിക്കാം, പഠിക്കാം. നിനക്ക് വേണ്ട എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ സാധിച്ചു തരും. അങ്ങനെ ദേവൻ പാർട്ടി ഓഫീസിൽ താമസം തുടങ്ങി, വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. ആ കാലയളവിൽ ദേവൻ പാർട്ടിയുടെ വലിയൊരു സംഘാടകനായി, നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സമയത്താണ് പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു. പാർലമെൻറ്റിലേക്കും നിയമസഭയിലേക്കും ദേവൻ മത്സരിക്കുന്നു. രണ്ടിടത്തും ദേവൻ വിജയിച്ചു.